ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഉദ്ഘാടന പരിപാടികൾ കാണാം. ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ വെൽക്കം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള യോഗാധ്യക്ഷൻ, പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ ജനകീയനായ MLA ശ്രീ TI മധുസൂദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാ ബഹുമാനീയരായിട്ടുള്ള ജനപ്രതിനിധികളും എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് കണക്കാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. DMOയും DPMും അതുപോലെ ആർദ്രം നോഡൽ ഓഫീസറും നമ്മുടെ സൂപ്രണ്ടും ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനകീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നട്ടുച്ച സമയമാണ്. ഇന്ന് നമ്മുടെ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനം അത് യാഥാർത്ഥ്യമായി കൺമുന്നിൽ കാണുമ്പോൾ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. ഒരു മാധ്യമ കുതന്ത്രത്തിനും സത്യത്തെ മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സാന്നിധ്യമാണ്, ഉറപ്പാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാർ 2016 ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ നമ്മളൊരു മിഷൻ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. ആർദ്രം മിഷൻ. ആ മിഷന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ കൃത്യമായി ആസൂത്രണം ചെയ്തു. കിഫ്ബി ആവിഷ്കരിച്ചു. വിവിധ പദ്ധതികളിലൂടെ ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ തന്നെയുണ്ട്. പയ്യന്നൂരിലെ നമ്മുടെ ആശുപത്രി, പെരിങ്ങോം താലൂക്ക് ആശുപത്രി, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം രാവിലെ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. അതിൻ്റെ ആദ്യഘട്ടം 100 ബെഡുള്ള ആശുപത്രി, താളിയോല ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്ന സെന്റർ, ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെ ആദ്യമായി രാജ്യത്ത്, ലോകത്തിനുള്ള നമ്മുടെ ഒരു സംഭാവനയാണ് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം. നമ്മുടെ ജില്ലയിലെ തന്നെ എത്ര ആശുപത്രി, കണ്ണൂർ ജില്ലാ ആശുപത്രി പുതിയ കെട്ടിടം സാധ്യമായി. ഞാൻ പയ്യന്നൂരിൻ്റെ കാര്യം പറഞ്ഞു, കൂത്തുപറമ്പ്, ഇപ്പോൾ ഏതാണ്ട് എല്ലാ ആശുപത്രിയിലും, ഇരിട്ടിയിലും പേരാമ്പ്രയിലും നമ്മുടെ ഇരിക്കൂറും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും പുതിയ ആശുപത്രികൾ, പുതിയ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യം ആയി.